ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള കപ്പപ്പുട്ടാണ്. അപ്പോൾ ഈ ഒരു കപ്പപ്പുട്ട് നമ്മൾ പച്ചക്കൊള്ളി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പച്ചക്കപ്പ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കപ്പപ്പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ കപ്പ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊള്ളി എന്നാണ് പറയാറ്. അപ്പോൾ ഈ ഒരു കൊള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ കൊള്ളി എടുക്കുമ്പോൾ എപ്പോഴും നല്ല കൊള്ളി നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലത് കയ്പുള്ളതുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതെ നല്ല കപ്പ വേണം എടുക്കാനായിട്ട്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ കൊള്ളി, അതായത് കപ്പ, അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പാല് പോലെ നീര് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വെള്ളം നമുക്ക് ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു പശിമ നിറഞ്ഞിട്ടുള്ള ആ നീര് നമുക്ക് പിഴിഞ്ഞ് കളയേണ്ടതാണ്. അപ്പോൾ ഞാൻ കുറേശ്ശെ കപ്പ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ പാല് പോലെ വരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അപ്പോൾ അത് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ആ നീര് നമുക്ക് കളയാം. എന്നിട്ട് ആ നീര് കളഞ്ഞിട്ടുള്ള കപ്പ നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ വെള്ളം നനവൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുഴുവൻ കപ്പയും നമുക്ക് ആ നീരെല്ലാം പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മുഴുവൻ കപ്പയും നീരെല്ലാം കളഞ്ഞിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ആ പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ വെള്ളം നമുക്ക് കളയാം. അതിന് ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. അതിങ്ങനെ നല്ല പശിമയുള്ള വെള്ളമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ആ പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ ഗ്രേറ്റ് ചെയ്ത കപ്പ മാത്രമേ നമ്മൾ പുട്ടുണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ വെള്ളം നമുക്ക് കളയാം. അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള കപ്പ അളന്ന് നോക്കിയപ്പോൾ ഒരു കപ്പാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഒരു കപ്പ ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഒരു ലേശം നല്ല ജീരകമാണ്, ചെറിയ ജീരകം. അത് ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്, നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരിപ്പൊടിയും അതുപോലെ കപ്പയും എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കപ്പയിലുള്ള വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി വെള്ളം നനവൊന്നുമില്ല, എന്നാൽ ആവശ്യത്തിന് വെള്ളം നനവുണ്ട് താനും. അപ്പോൾ ഒത്തിരി ഡ്രൈ ആയിട്ടായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പിടി നാളികേരം ചിരകിയത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നനവ് ഒന്നും കൂടി കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ നാളികേരം ചേർത്തിട്ട് നിങ്ങൾക്ക് വെള്ളം നനവ് കൂടുതലായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അത് നല്ലതുപോലെ ഇങ്ങനെ ഉലർന്ന് കിടക്കും. ഇനി നമുക്ക് നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ട് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ വെള്ളം നനവ് കൂടിയിട്ടുള്ള മിക്സ് ആണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിക്കുമ്പോൾ കട്ടിയായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം. വെള്ളം നനവ് കൂടുതലാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് വേണം മിക്സിയിൽ അടിക്കാനായിട്ട്. ഒത്തിരി നേരം അടിക്കുകയും ചെയ്യേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ പോലെ നമുക്ക് കിട്ടും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പുട്ടിൻ്റെ പൊടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, ആവശ്യത്തിന് നനവും ഉണ്ട്, എന്നാൽ നനവ് കൂടുതലുമില്ല. കട്ടയായിട്ടൊന്നുമല്ല, നല്ലതുപോലെ പൊടിയായിട്ട് തന്നെയാണ് നമുക്ക് ഈ മിക്സ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം പുട്ടും കുറ്റിയിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചില്ലിട്ട് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ഒരു ലെയർ നമ്മൾ ചിരകി വെച്ചിട്ടുള്ള നാളികേരത്തിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിന് മുകളിലായിട്ട് ഒരു ലെയറായിട്ട് നമ്മുടെ പുട്ടുപൊടി, കപ്പയും അതുപോലെ അരിപ്പൊടിയും ചേർത്തിട്ടുള്ള മിക്സ് നമുക്ക് ഇട്ടിട്ട് ഒരു ലെയർ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ പുട്ടുപൊടിയും അതുപോലെ അതിന് മുകളിൽ നാളികേരവുമായിട്ട് ലെയറായിട്ട് ഇട്ട് കൊടുത്ത് പുട്ടും കുറ്റി മുഴുവനായിട്ട് നമുക്ക് നിറച്ചെടുക്കാം. ഇനി ഈ കപ്പപ്പുട്ട് ഇത്രയും സോഫ്റ്റായിട്ടല്ല, ആ ഒരു കപ്പയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടി ചേർത്തത് ഒഴിവാക്കിയിട്ട് കപ്പ ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞ് ആ നീര് കളഞ്ഞതിന് ശേഷം കുറച്ച് നാളികേരവും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് പുട്ട് പോലെ ഉണ്ടാക്കിയെടുത്താലും മതി. അപ്പോൾ അതെങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ
അരിപ്പൊടി ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ആ ഒരു പുട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ നമ്മൾ പുട്ടും കുറ്റി നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി പുട്ടും കുമ്പത്തിൽ വെള്ളം തിളച്ച് വരുമ്പോൾ അതിന് മുകളിലേക്ക് പുട്ടും കുറ്റി വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 6-7 മിനിറ്റോളം ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് റെഡിയായി കിട്ടും കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് പുട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ പുട്ട് നമ്മൾ എപ്പോഴും ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ചെറിയൊരു ചൂടോട് കൂടെ കഴിക്കുമ്പോഴാണ് ഏത് പുട്ടായാലും നല്ല ടേസ്റ്റി ആയിരിക്കുക. ഇത് നമുക്ക് കറിയുടെ കൂടെ കഴിക്കാനായാലും വെറുതെ കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പഴത്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.